for the press meet. Thank you so much. Coordinators, mics on the stage, please. Okay. Namaskar. So I'm so happy that I'm back to my almost hometown. എന്താ വെച്ചാൽ ഞാൻ അവിടെ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ലാസ്റ്റ് മൊമെന്റിക്ക് ഒരു കോൾ വന്നു, ഒരു ചെറിയ ടെക്നിക്കൽ ഒരു ഗ്ലിച്ച് ഉണ്ട്, അങ്ങനെ അവർ അത് കറക്ഷൻ ചെയ്യാൻ അവർ തിരിച്ചു പോയി. അങ്ങനെ അവർ ഇല്ലെങ്കിൽ അവർ he would have joined here. And the moment I landed, I told ഇതെൻ്റെ ഇന്നൊരു ഹോം ടൗൺ ആണ്, ഇവിടുത്തെ ആൾക്കാരും പ്രസ് ആൾക്കാരും എല്ലാ പിള്ളേരും എനിക്കറിയും. സോ സോ ഐ ഫീൽ സോ ഗുഡ് ടു ബി ഹിയർ. ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ സ്നേഹം എല്ലാം അല്ലേ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് ബീയിങ് വിത്ത് അസ് ആൻഡ് സ്പെഷ്യലി വിത്ത് മീ. എൻ്റെ ഇവിടുത്തെ എല്ലാ പടങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗരുഡഗമന എത്രത്തോളം ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയും. സോ അതിന് നന്ദി. സോ ഇതെൻ്റെ പ്രൊഡ്യൂസറാണ്. സോ ഇവർക്ക് മലയാളം അറിയില്ല, ചെറുതായിട്ട് തമിഴ് സംസാരിക്കാൻ പറ്റൂ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റൂ. സോ ടു സ്പീക്ക് അബൌട്ട് 45, ഇത് കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്താ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു പാൻ ഇന്ത്യ പടങ്ങൾ പറഞ്ഞാൽ ഒരു എക്സ്പോഷൻ വേണു, ഫൈറ്റ് വേണു, അതും വേണു, ഇതും വേണു, ഇതെല്ലാം ഈ സ്ക്രീനിൽ കാണാറുണ്ട്. പക്ഷേ ഇത് ടെംപ്ലേറ്റ് പടം അല്ല. സോ all the things that happen on screen is because to tell a story. So I'm so fortunate. ഇതിൽ എനിക്ക് 2 സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ഡോക്ടർ ശിവ രാജ്കുമാർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. സോ ഇതെൻ്റെ ഭാഗ്യമാണ്. ആൻഡ് ലൈക്ക് ഓൾവേസ് every time we do film, we blindly trust, and fortunately they too trust us. Wayfarers, അവിടുത്തെ എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. ദുൽഖർക്കും പിന്നെ ദേവൻ, വിജയ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ ഹിയർ. അവിടെ കന്നഡത്തിൽ ഈ പടം 25th റിലീസ്, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി റിലീസിങ് ഓൺ 1st. ബിക്കോസ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതിൻ്റെ റെസ്പോൺസ് എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇവിടെ ട്രാവൽ ആവും. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഈ പടത്തേക്ക് ഒരു അത്ര വലിയ റെസ്പോൺസ് കിട്ടിയാൽ ഇവിടെ വലിയ റെസ്പോൺസ് നിങ്ങൾ കിട്ടും. It should be honest, it should travel honestly is what we believe as a team. That's the reason Kannada it releases on 25th and other states it's releasing on 1st. Thank you so much. So അവര് തമിഴിൽ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. எனக்கு மலையாளம் வராது, சாரி, நான் தமிழில் பேசுகிறேன் சார். எல்லாருக்கும் வணக்கம். மீடியா இந்த 45 படம் ரொம்ப ரிச்சாக பண்ணியிருக்கிறோம். இது எல்லாரும் பார்க்குற மாதிரி படம். நீங்கள் எல்லாம் பார்த்துட்டு உங்கள் ஆசீர்வாதம் வேணும். நீங்கள் பாருங்கள், நல்லா பண்ணியிருக்கிறோம். ஒரு வாட்டி நீங்கள் பார்த்தா நம்மளுக்கு ஒரு ஆசீர்வாதம் மாதிரி கிடைக்கும்னுட்டு நீங்கள் ஒரு வாட்டி எல்லாருக்கும் சொல்லிட்டு ஒரு வாட்டி பார்க்க சொல்லுங்க. அவ்வளோதான் நான் பேசுகிறேன். தேங்க்யூ வெரி மச். I think I have worked with many producers, but I love this man because he came to Bangalore from nothing. So, and now he absolutely loves cinema, and he's a child at heart. When he speaks and everything, he's still a villager, still a child. So our innocence, our very quality. So that's why I really love this man and want this man to have great, cinemas and success. And let it start from 45. പിന്നെ ഇതിൽ എൻ്റെ ഡയറക്ടർ ഉണ്ട്, അർജുൻ ജന്യ പറഞ്ഞിട്ട്. അവര് even today he is working on something because if we have a chance we need to get better is what he always makes a point. ഇത് അവരുടെ ഡെബ്യൂട്ട് പടമാണ്, ഫസ്റ്റ് പടം. പക്ഷെ ഇത്ര സ്കെയിൽ നമുക്ക് എപ്പോഴും ഡെബ്യൂട്ടഡ് ഡയറക്ടർ കിട്ടില്ല. ഇതിന് മുമ്പ് അവർ ഒരു ഓൾമോസ്റ്റ് 2 decades അവർ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് കന്നഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അവർ ഡെബ്യൂട്ട് ഡയറക്ഷൻ. സോ ബിക്കോസ് ഹി വാണ്ടഡ് ടു അച്ചീവ് ദിസ് ഡ്രീം, he wrote the script and shot it he made the film in animation
and then he made dubbing to that animation, then he made music to that animation, then he made DTS to that animation, then he pitched the video to the producer and showed it, this is my film, if you really like it, we can collaborate. I think that kind of a dedicated man he is. So I'm very eager for 45. Yes, thank you. If you have anything to ask. അതെന്താ വെച്ചാൽ ഈ പടത്തിൽ ഇതിന്റെ മുമ്പ് ഒരു ചെറിയ ടീസർ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൽ ആ ഒരു ഇതുണ്ട്. 45 പറഞ്ഞാൽ ഒരു വേൾഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ബട്ട് ഈ പടത്തിൽ അത് ഒരു 45 ഡേയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം എലിമെന്റ്സ് ചെയ്തിട്ട് അത് 45 ആയിട്ട് ടൈറ്റിൽ വെച്ചു. ഡയറക്ടറിന്റെ ഒരു ഡെബ്യൂ ഫിലിമാണ്. അപ്പം അതും മൾട്ടിപ്പിൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ കൺവിൻസ് ചെയ്തു മൾട്ടിപ്പിൾ അല്ല, 2 സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ ഉള്ളൂ, അതിന് മാത്രമേ ഉള്ളൂ. ഇല്ല മോനെ, ഇല്ല, നോ വേ. ലൈക്ക് അവരാണ് ലെജൻഡ്സ്. ഞാൻ ഇപ്പൊ ഒരു ഡെക്കേഡ് പോലെ ആയില്ല. ജസ്റ്റ് ഐ ഹാവ് ഡൺ ഹാൻഡ്ഫുൾ ഓഫ് ഫിലിംസ്, ദാറ്റ്സ് ഓൾ. They are superstars. I have watched them grow and see them shine. എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടർ ആയാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണം അല്ലേ. അപ്പോൾ അവർ ഡെബ്യൂട്ട് എന്താ ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് അത് മാറ്റർ ആവില്ല. സോ ഹി മേഡ് എ ഫിലിം ആൻഡ് ഷോഡ് ഇറ്റ്. അതേക്കാളും ബെറ്റർ പ്രൂഫ് എന്തുണ്ട്? അത് കാണുമ്പോൾ തന്നെ ഇതിപ്പോ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, അത് കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് DTS ചെയ്തു. 5.1 ഓൾസോ ഹി മിക്സ്ഡ് ഇറ്റ്. ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ്കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ഐക്കോൺസ് ആണ് നമുക്ക്. അപ്പോ ആ 2 ക്യാരക്ടേഴ്സും വേറെ യാരും റിപ്ലേസ് ചെയ്യാൻ അത് പാടാ. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റിപ്ലേസ് ദം ഇൻ ദിസ് ഫിലിം. സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത്. So the moment somebody reads it of that caliber, they can judge, okay, this director has worked a lot. So maybe they accepted that because of that reason. I accepted it because of the preparation he had done and the importance that my role had. Yeah. സാർ, ഇപ്പം ഇതിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കാരണം ഒരു പക്ക ഒരു മാഡ് മാക്സ് സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അത്ര മോഡേൺ ആണ്, ഫാന്റസി ആണ്, ഇതിനെ കുറിച്ച് മിത്തുണ്ട്, ഗുഡ് വേഴ്സസ് ഈവിൾ, അങ്ങനത്തെ ഒരു മോഡ് നമുക്ക് പല ജോണേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും? നമ്മൾ ആളുകൾ എല്ലാ ടൈപ്പ് ജോണേഴ്സും സിനിമകൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊരു ജോണർ അല്ലെങ്കിൽ ഇങ്ങനൊരു കൺഫ്യൂസ്ഡ് ആവുന്നൊരു എപ്പോഴും തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നോർമലി ഒരു വലിയ പടം ചെയ്യുമ്പോൾ എപ്പോഴും ടെംപ്ലേറ്റിൽ അത് വരും, ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഈ പടം അങ്ങനെയല്ല. അത് വേറെ വേറെ അഡ്വെഞ്ചർ സോണിക്ക് പോകുന്നത് അങ്ങനെയല്ല. സ്റ്റോറി തന്നെ അങ്ങനെ പോകും. സ്റ്റോറി ഒരു കോമൺ മാന്റെ ലൈഫ് വേറെ വേറെ എക്സ്ട്രോർഡിനറി പീപ്പിൾ എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ വേറെ വേറെ ഡയമെൻഷനിൽ പോകും. അതാണ് വിഷ്വലൈസ് ചെയ്തത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് there because we wanted to achieve a film like other film. അതങ്ങനല്ല. ഇതിന്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രാവൽ വേണം. So that is the reason. And when he cut the trailer, he wanted to hide all the stories without telling the stories. അതിന്റെ വിഷ്വൽ grandeur മാത്രം കളക്ട് ചെയ്തിട്ട് അത് ട്രെയിലർ റിലീസ് ചെയ്താൽ മതി. അതാണ് അവരുടെ ഡിസിഷൻ. So that is the reason it looks like several worlds, but in the cinema it is one world traveling to another dimension. So our confusion illade or easy ആയിട്ട് ഫ്ലോ ഉണ്ട് അതിൽ. അതേപോലെ തന്നെ സാർ, ഇതില് ഒരു സോങ് ഇറങ്ങിയ ട്രൈബൽ സോങ് ഇറങ്ങിയാൽ ഇന്ത്യ മുഴുവൻ അത് വൈറലാണ് ഓൾറെഡി. അപ്പൊ നിങ്ങൾ പോകുന്ന ഫംഗ്ഷൻസിലായാലും ശരി, എവിടെ പോയാലും അത് എൻജോയ് ചെയ്ത് കളിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് സൂപ്പർ സോയിൽ സോങ് അലിയൻ സോങ് ആയിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നത്. പിന്നെ ഇപ്പൊ ഇത് വരുന്നു. How do you feel about that? ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളായിട്ട് തന്നെ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ അത്ര എൻജോയ് ചെയ്യില്ല, വേറെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ വെൻ യു ഡു ഡാൻസ് ഫോർ യുവർ സെൽഫ്, ഐ തിങ്ക് വെരി ഹാപ്പി. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ അലിയൻ സോങ് തന്നെ, ഐ മീൻ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഫിലിം. അതൊരു പ്രൊമോഷന്റെ ഒരു ഇതാണ്.
അത് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആയി. എന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയുടെ റിലീസായ ശേഷം നമ്മൾ ഇവിടെ വന്നു. ഇവിടെ മലയാളത്തിലും അത് വളരെ വെൽതായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഫോർ ദാറ്റ് ഐ വെന്റ് താങ്ക് കേരള ആൻഡ് താങ്ക് യു സോ മച്ച്. സോ അപ്പോ ആ ഒരു സോങ്, ആ പടത്തിൽ ഒരു വൈറാലിറ്റി, അത് ഏത് സോങ്, എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് അറിയില്ല. അപ്പോൾ അത് സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ വെറുതെ വിട്ടാൽ അത് അങ്ങനെ ഒരു ഫണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, ആരുമില്ല, വെറുതെ ഇവിടെ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, വെറുതെ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് വൈറലായി. സോ സോ ദാറ്റ് ഈസ് ഹൗ തിങ്സ് ഹാപ്പൻ. പക്ഷെ ഇതില് ആ ഒരു ലാസ്റ്റ് ഹുക്ക് സ്റ്റെപ്പ് എന്തുണ്ട്, അത് 3 ക്യാരക്ടറുടെ 3 പടത്തിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ജോഗി പടത്തിന്റെ ശിവരാജ്കുമാർ സാറുടെ ഒരു സ്റ്റെപ്പ്. അതിൽ ആ ഒരു സ്റ്റെപ്പിക്ക് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയോ അത് എന്താ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര. സോ ആ സോങ്ങിന്റെ പേര് MTV സുബ്ബുലക്ഷ്മി. So very old, it's everything is a lie is the meaning of the song. So when Upendra does the step, everybody knows what to expect. A last portion ഇവിടെയും കുറെ ആൾക്കാർക്ക് അറിയും. അത് ഗരുഡ കമരയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ ഒരു പോർഷനാണ്. സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അത് വൈറലാക്കി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ്. യാ. സാർ ഇവരുടെ രണ്ടുപേരുടെ ഫാനാന്ന് പറയുന്നത് അവർക്ക് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നൊരു സീൻ കാണുമ്പോൾ അല്ല അവരോട് ചെയ്തൊരു സീൻ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഒരു ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഒരു ഡയലോഗ് പോർഷൻ മോണോലോഗ് വരും ശിവരാജ്കുമാർ സാറുടെ. അപ്പോ ഞാൻ എന്റെ ബാക്ക് ഷോട്ടാണ്, അവരുടെയും ബാക്ക് ഷോട്ട്. പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, ഓ മോസ്റ്റ്ലി ഐ മീൻ തിയേറ്റർ. എന്റെ ചെറുപ്പകാലത്തിലും അത് തന്നെയല്ലേ എന്റെ മെമ്മറിയിൽ. ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിൽ. സോ ദാറ്റ് ഐ റിയലൈസ്ഡ്, ഓക്കെ ഐ ആം സോ ഫോർച്ചുനേറ്റ്. ഇപ്പോ ആളുടെ കൂടെ നിന്നിട്ട്, സോ ഐ ആം ആക്ടിങ് ആൻഡ് ഹീസ് ടെല്ലിങ് ദ ഡയലോഗ് ആൻഡ് ഹീസ് ടെല്ലിങ് ഇറ്റ് ടു മീ ദ ക്യാരക്ടർ. അത് വളരെ ഹാപ്പി മൂമെന്റ് ആണ്. പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇന്റർവ്യൂ സെഷൻ ആയിട്ട് ഞാൻ മാറ്റി. എവിടെയും എപ്പോഴും അവരുടെ അടുത്ത് ഇതെന്തിനാ ഇങ്ങനെ ചെയ്തു, ഈ ഐഡിയാസ് എങ്ങനെ വന്നു, ഇതാണ് എന്റെ ചോദ്യങ്ങൾ. എന്താ വെച്ചാൽ എന്റെ ചെറുപ്പകാലത്തിൽ അവരുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ ഹാഫ് ആൻ അവർ കാണാറുണ്ട്. ഇതെങ്ങനെ ചെയ്തു പോസ്റ്റേഴ്സ്, ഇതെന്താ മീനിങ് എന്താണ്. സോ അത്രത്തോളം ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ഭാഗ്യം. ഐ തിങ്ക് ആർട്ടിസ്റ്റ് ഗെറ്റ് ഇറ്റ് ആൻഡ് ഐ എം സോ ലക്കി. ഇത്ര മമ്മൂട്ടി സർ, ശിവരാജ്കുമാർ സർ, ഉപേന്ദ്ര സർ. സോ ഐ എം ഗ്ലാഡ്, ഐ എം ലക്കി. അതുപോലെ സാറ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റൂട്ടിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഇപ്പം വേണമെങ്കിൽ താങ്കളൊരു ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം, ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ പോലെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ ആ ഒരു സ്റ്റേജിലാണുള്ളത്. പക്ഷെ ഇപ്പോഴും ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിന് കണക്റ്റഡ് ആവണം എന്നുള്ള അതാ ഇപ്പോഴും ഓൾറെഡി അങ്ങനെ ഫിക്സഡ് ആണോ? അത് എന്താ വെച്ചാൽ വി ആർ ടൂൾസ് ടു മേക്ക് എ സിനിമ. നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. എന്നെക്കാളും വലുതാണ് സിനിമ, സ്റ്റോറി, പടങ്ങളെല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് ഐ കാൻ ടെൽ okay, I have a few people who will like to see me in this way. I don't think they are making my marriage video. They're making a cinema. So I need to become the character that the cinema needs. If there is a problem in the intention of the character, or the problem, I'm not accepting the behavior of the character because of psychological reasons or this thing, then I might tell. ഇല്ലെങ്കിൽ അത് ഇത് വേണം. നോർമലി കുറെ ഫിലിമുകൾ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സർ, അത് എൻട്രി ഒന്നും വേണ്ട. എന്താ വെച്ചാൽ ഇവരൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറില്ല, അത് വേണ്ട, ആ ഷോട്ട് വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് വന്നാൽ മതി. അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോ അതേ ടർബോയിൽ ഒരു വിലൻ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർക്ക് അത് വേണം, അത് എനിക്കല്ല. സോ ഐ നീഡ് ടു നോ ദാറ്റ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ. സോ വെൻ ദ ക്യാരക്ടർ നീഡ്സ് ഐ നീഡ് ടു ഡു ഇറ്റ്. ഇഫ് ദ ക്യാരക്ടർ ഡസന്റ് നീഡ് ഐ നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. സോ അതെ അതെ അതെ, അതൊക്കെ വളരെ ഒരു മണ്ടന പോലെ. സോ that idea was there in the film. Yeah. ഒരു 2 പടം മാത്രമേ ഹിറ്റടിച്ചു. എന്താ നല്ല വർഷം.
കറക്റ്റ് പറഞ്ഞു. അപ്പൊ ശരിക്കും വൺ ഓഫ് ദ ലാസ്റ്റ് റിലീസസ് 45. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പ്രഷർ ഉണ്ടോ ടു റിലീസ്? അല്ലെങ്കിൽ ഇതൊരു സ്റ്റാർ സിനിമ തന്നെയാണല്ലോ. കറക്റ്റ് പ്രഷർ ഒന്നുമില്ല പോലെ. എന്ന് വെച്ചാൽ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ആ പ്രഷർ. ഇത് നന്നായിട്ട് ചെയ്യണം, അതാണ് പ്രഷർ. അപ്പോൾ അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് ഒരു പടമൊന്നും അല്ല, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ്. ഇപ്പോൾ ഈ ഗ്രാമർ ഇത് ഇവർ ആൾക്കാരൊക്കെ എങ്ങനെ പിടിക്കൂ, അവർക്ക് ഇത് എങ്ങനെ തോന്നും, ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതില് കുറെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ, എക്സ്പെരിമെന്റ് ചെയ്യൂ, പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും, അതിലാണ് നമ്മൾ കുറച്ചും കൂടി വി ലേൺ എ ലോട്ട്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ പ്രഷർ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡിഡ് എ ഫിലിം, സോ ഫ്രം സോ എന്താ പ്രഷർ? വി ഡിഡ് എ ഫിലിം, വി റിലീസ്ഡ് എ ഫിലിം. പീപ്പിൾ മേക്ക് ഇറ്റ് എ ഹിറ്റ്, പീപ്പിൾ മേക്ക് ഇറ്റ് എ ഫ്ലോപ്പ്. അത് നമ്മൾ കുറച്ചും കൂടി അനലൈസ് ചെയ്താൽ നമ്മൾ ബെറ്റർ ഫിലിം മേക്കർ ആവും. അങ്ങനെ പ്രഷർ ഒന്നുമല്ല, കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഉപേന്ദ്ര സാറിനെ മലേഷ്യ രാജ്കുമാർ സാറിനൊക്കെ കാണാൻ പറ്റുക. ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഇത് തിങ്ക് ചെയ്ത് അവരോട് അങ്ങനത്തെ ഡിസ്കഷനിലേക്ക് പോകും. ഇല്ല, അവരെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, നീ എപ്പോ എനിക്ക് ഡയറക്റ്റ് ചെയ്യൂ? അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂല്, ഐ കാൺ ഡയറക്ട് സ്റ്റാർസ്. അതാണ് എന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി. എനിക്കത് അറിയില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇത് ചെയ്യണം. പക്ഷേ അപ്പോ ശിവരാജ് കുമാർ സാർ പറയുന്നത്, ഞാൻ സ്റ്റാർ ഒന്നുമല്ല, നിങ്ങൾ ഡയറക്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് എപ്പോഴും. അപ്പോൾ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാവും. സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റോറീസ് which will actually match the childhood idols that I worship. അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ ഒരു ഇതുണ്ട്, ഒരു റെസ്പെക്ട് ഉണ്ട്. സോ ഐ എം സ്റ്റിൽ സീയിങ് വെദർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വിൽ ഫോം ഇൻസൈഡ് മീ. അത് വന്നാൽ ഞാൻ 100% ചെയ്യും. അവിടെ അല്ലെങ്കിൽ മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ട്, എന്തായെങ്കിൽ ഇന്നെങ്കിൽ പറയാന്ന്. പക്ഷെ എനിക്ക് ജാടൊന്നുമില്ല, പക്ഷെ ഒരു പേടിയില്ല. അത്ര വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവർ ഇത് വേണമല്ലേ, എനിക്ക് വേണമല്ലേ, അവർ ആരുണ്ട്. സോ ഇല്ല മോനെ, അതാണ് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഐ വുഡ് ഹാവ് സെഡ് ഐ ഹാവ് അനദർ സ്റ്റോറി വിച്ച് ഐ എം ഡയറക്ടിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ അതിന്റെ ഒരു തോട്ട്സ് ഉണ്ട്, അതിൽ ഈ ക്യാരക്ടേഴ്സ് ഇല്ല. സോ ഇതിന്റെ ശേഷം എന്തായാലും വന്നെങ്കിൽ 100% I would work. Thanks, sir. Hello. Hello. First of all, welcome to Kerala. Thank you. Welcome back to Kerala. Yeah. ഇപ്പം ശിവനെ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഒരു കിങ് ആണ് അദ്ദേഹം. ഉപേന്ദ്ര സാർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ് മൂവീസിന്റെ ഒരു കിങ് ആണ്. താങ്കൾ റിയലിസം വെച്ച് അത്രയും ഡീറ്റെയിലും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ 3 ജേണലിസ്റ്റുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ 3 ജേണലിസ്റ്റ് ചെയ്ത ആളുകൾ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു ഓറ എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? I think you have explained it very beautifully. ഒരു മാസ് ഫിലിമിന്റെ ഒരു കിങ് ആണ് ശിവ രാജ്കുമാർ. എക്സ്പെരിമെന്റൽ പടങ്ങളെ കിങ് ആണ് നമ്മുടെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. ആൻഡ് ഐ ഹാവ് ഡൺ റിയലിസ്റ്റിക് ഫിലിംസ്. ഇതിന്റെ ഈ പടത്തിന്റെ വലിയ ക്വാളിറ്റിയാണ്. സോ വെൻ മൈ ക്യാരക്ടർ കംസ്, ഇറ്റ് ടേക്സ് ദ ടോൺ ഓഫ് റിയാലിറ്റി. വെൻ ദ അതർ 2 characters come, it takes the tone of a cinematic moment and sometimes fantasy. അപ്പോൾ ഒരു ട്രാവൽ കിട്ടും. സോ ഐ തിങ്ക് ഇന്റലിജന്റ്ലി ദ ഡയറക്ടർ ഹാവ് taken that, and without ruining anything, he has weaved a beautiful story is what I feel. So let's see, like I'm very eager for your response on first. Yeah. ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്തു. അതായത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണുന്നത് വയലൻസ് മൊമെന്റ്സ് കാണാൻ, അല്ലെങ്കിൽ ഒരു മാസ് മൊമെന്റ്സ് കാണാൻ മാത്രമല്ല, ചിരിച്ചുകൊണ്ട് എടുക്കുന്ന കാശ് വർത്താന്ന് ഉണ്ടാക്കുന്ന ഫീൽ ഉണ്ടല്ലോ. സൂപ്പർ ഷോ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇങ്ങനെ സിനിമകൾ കണക്കാക്കി സിനിമകൾ ചെയ്യാമെന്നുള്ളത്. മലയാളത്തിൽ ഇതുപോലത്തെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ശരിക്കും അന്ന് താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് കഥാപാത്രങ്ങൾ, 1-2 കഥാപാത്രങ്ങളല്ലാതെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ളൂ. അതായത് താങ്കൾ ഡയറക്ട് ചെയ്യുന്ന ചിത്രം അങ്ങനത്തെ ചിത്രമായിരിക്കും. അങ്ങനത്തെ പടമൊന്നുമല്ല. എന്താ വെച്ചാൽ, we don't do cinema for the market needs. We do cinema which we haven't seen or which is new to the market. എപ്പോഴും ഇപ്പോൾ
സൂപ്രംസോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ ലൈക്ക് we were grown up seeing great comedies where every character is very important, those kind of film. I think JP is a big fan of those kind of cinemas. So when he wrote, his natural instinct was to actually give tribute to those films by incorporating the setup, which is actually a reminder of 90s. Maybe that is the reason, like many people in Kerala, they were actually relating to 90s movies. ഇത് കുറച്ചും കൂടി ഒരു നോസ്റ്റാൾജിയ ഫീൽ ഉണ്ട് ഈ പടത്തിൽ. ആ ഒരു വില്ലേജും അതിൻ്റെ കുറേ ആൾക്കാരും അതിൻ്റെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് വൺസ് we see market and we decide something, it's something comes inside us and that will guide us to write and that will guide us to do cinemas. I don't know what I'm writing a thriller next because I haven't done in my life. So I have done a comedy, my Vandu Motte Kathe, gangster drama and Garuda Kamala Rishavana, which is and almost I don't know whether what genre it is, like I kind of consider it as a love story, Swati Muthiramadeni, and because my love story would be that flawed, yeah. So now I need to write a thriller because I haven't tried it. So എനിക്ക് അറിയില്ല അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി പഠിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം എക്സൈറ്റഡ് അബൌട്ട്. മമ്മൂക്കയുടെ റീസൺസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തൊരു വേർഷൻ ഉണ്ട്. അത് ഇന്ത്യൻസിൽ ആരും ചെയ്യില്ല. ഇപ്പം ശരിക്കും പേഴ്സണലി മമ്മൂക്കയുടെ ഈ സെലക്ഷൻസ് ഭയങ്കര ഇൻസ്പയറിംഗ് ആവുന്നു. ഡെഫിനറ്റ്ലി ഞാനിത് കുറേ ഇന്റർവ്യൂസിലും കുറേ ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി സർ മീറ്റ് ചെയ്തിട്ട് അവരുടെ സെലക്ഷൻസും അവരുടെ തോട്ട് പ്രോസസ്സും അത് കേട്ട ശേഷം ഐ എം തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഏത് ചോയ്സസ് ഉണ്ടെങ്കിലും അതിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് 100% ഉണ്ട്. ഒരു ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ ഇത്ര ആക്യുലേറ്റ്സും ഇത്ര നാഷണൽ അവാർഡ്സും ഇത്ര സ്റ്റേറ്റ് അവാർഡ്സും എല്ലാം അച്ചീവ് ചെയ്തിട്ട് ഇന്നും എക്സ്പെരിമെന്റിങ് ആണ്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, അത് ഐ തിങ്ക് ദാറ്റ്സ് ബ്രില്യൻറ്റ്. We are not imitating or mocking or anything. We are just thinking, oh, somebody is a legend and he does it right. I need to think that way so that I fall in the category of choosing good characters. Yeah. Kannada industry last 6 to 7 years ആയിട്ടും ഔട്ട് ഓഫ് ദി ബോക്സ് അല്ലെങ്കിൽ കന്നഡയ്ക്ക് പുറത്തേക്ക് വരുന്നു. സോ പുനീത് എന്ന് പറഞ്ഞൊരു ആക്ടറിനെ എത്രത്തോളം മിസ് ചെയ്യുന്നു? എൻ്റെ ഫസ്റ്റ് പടം ഒന്ന് മുട്ടേക്കത്തെ അത് പുറത്തു വരുമ്പോൾ ആർക്കും അറിയില്ല നമ്മൾ ആരെന്ന്. എന്താ വെച്ചാൽ അവിടുത്തെ ജിയോഗ്രഫിയിൽ മാംഗ്ലൂർ അതൊരു ഓൾമോസ്റ്റ് സദൺ ഒരു ഇതാണ്, ഡിസ്ട്രിക്റ്റ് ആണ്, ദക്ഷിണ കന്നഡ. ആൻഡ് അവിടെ ഒരു സിനിമ കൾച്ചർ ഇല്ല. പിന്നെ അവിടുത്തെ സ്ലാങ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ലാംഗ്വേജിൽ അവിടുത്തെ സ്റ്റോറി ചെയ്തു, അത് കർണാടകയിൽ ഹിറ്റടിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ അത് വളരെ പോപ്പുലറായി. അപ്പോൾ പുനീത് സാർ എൻ്റെ പ്രൊഡ്യൂസർക്ക് വിളിച്ചിട്ട് he asked us to come home. See, nobody knew that we would ever do a second film also. എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഫിലിം ഹിറ്റ് അടിച്ചാൽ എല്ലാവരും അത് ഫ്ലൂക്കാണ് പറയുന്നത്, അത് ഫ്ലൂക്കായിട്ട് ഹിറ്റ് അടിച്ചതെന്ന്. പക്ഷെ ഈ ആള് അതൊന്നും മൈൻഡ് ചെയ്യാതെ he called us home and he showed us his house, and for the first time he went in his Facebook 2017 Facebook live for the first time and promoted our cinema. ഇത് എൻ്റെ ഫിലിം മാത്രമല്ല, അവർ എല്ലാം വെരി ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറെൻറ്റ് ഫിലിം വരുമ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യും. സോ അതാണ് അവരുടെ ക്വാളിറ്റി. ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് അതിന് കമൻറ്റ് അടിക്കാൻ, ഐ തിങ്ക് വി ഷുഡ് ഹാവ് ഹാഡ്
ബിക്കോസ് ഹി വുഡ് ഹാവ് സപ്പോർട്ടഡ്. അതാണ് നമ്മുടെ ഫീൽ. ഏത് പടം വരുമ്പോഴും ആ സ്ഥലം പിന്നെ എപ്പോഴും വെരി വൈബ്രന്റ്, വെരി ലൈക്ക് he treats everybody equally. That kind of a good person. ഞാൻ അവരുടെ കൂടെ അവർ പ്രൊഡക്ഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഹിം പേഴ്സണലി. ഒരു തവണ ആ പടത്തിന്റെ പ്രൊമോഷൻ പോകുമ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണമൊക്കെ വന്നു. അപ്പൊ പോകുമ്പോൾ he recognized that I am from Mangalore and he made fish at home for me separately. ഞാൻ ഒരു ചെറിയ ആക്ടർ. അപ്പോ സോ ഇത്ര അവർ കെയർ, he takes care of everybody. He took care of everybody in that way. I think that's why we miss him every single time we do something and he's not there to see that film. Yeah. Hi. Hi brother. Hello. In such a large scale film like 45, how do you? Hello. Such a large scale cinema like 45, which is really larger than life. So how do you find an emotional balance to the character? It's a fabulous question. എന്താ വെച്ചാൽ കുറേ വലിയ പടത്തിൽ ആ ഇമോഷണൽ കോറാണ് പോകുന്നത്. എന്താ വെച്ചാൽ അതിന് സ്പേസ് ഇല്ല. അവർ പേസിന് അവർ സ്പീഡിൽ അവർ ഇമോഷണൽ ഇത് കിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു ഇമോഷണൽ ആർക്ക് ഒരു ഇമോഷണൽ ജേർണിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആ ഇമോഷൻസ് ആണ് it takes you to different dimension. അതിന്റെ ടാഗ് ലൈൻ 45 ഫേസ് ദ ഫിയർ. അവിടെയും ഒരു ഇമോഷൻ ഉണ്ട്. സോ you need to face a fear. So when you face a fear, I think you travel through different emotions. The journey itself is emotion. That's why I'm very curious. I told ഇതിൽ ഒരു നോർമൽ ഒരു ഇമോഷൻസ്, ഒരു സിമ്പിൾ ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻസിന്റെ ട്രാവലിലാണ് സ്കെയിൽ വരുന്നത്. So I'm very excited to see okay, what would be the reaction for this distinct film. Yeah. In whatever commercial big film you do, you make sure that it is grounded or culturally specific in Rajbi Shetty style. If you take Turbo, he's wearing black dhotis and he's smoking BDs other than some luxurious cigarettes or anything. So in 45 also there are two superstar giant actors on both sides and you are playing some kind of a relatable common man in the film. So is this as a selective decision? അല്ല ബ്രോ, whenever somebody sees me, they know that okay, he looks like a normal person. So maybe every physical appearance, the moment somebody casts me, they want to see me rooted because that matches me more. If I come in a suit or that kind of thing, there are better actors and better looking actors to do that. So ഇത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാച്ച് ആവും. മേ ബി ഐ എം ലക്കി. അത് ബീഡിയും മുണ്ടും അതെല്ലാം ആക്ച്വലി ഡയറക്ടർ കോസ്റ്റ്യൂമർ അവരുടെ വർക്കാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നമുക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്രിറ്റിക്സിന് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ട് വിമർശിക്കാനുള്ള ഭയങ്കര, പക്ഷേ അതിലൊരു ബാരിയറുണ്ട്. അതൊന്നും കടന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തിന് ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് സിനിമയിൽ കൂടിയാണ് ബാധിക്കുന്നത്. അവർ ഫീൽ ചെയ്യുന്നത് I think cinema is a democratic process. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓക്കെ നീ പറയണ്ട, നീ പറ എന്ന് പറയാൻ I can't tell that. I don't think anybody can do that. Anybody can tell that. അപ്പോൾ ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ആയ ഇതിൽ so we can't tell somebody to look at a cinema in a certain way which I want them to look at. That cannot happen. That will never happen. So I don't mind about that. I try to make as decent as a cinema that I can do. Then I don't worry about anything. Because see, every time somebody gives a great review, so I actually എനിക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും അല്ലേ, അവനൊന്നും കിട്ടൂല, പക്ഷെ എനിക്ക് കിട്ടും. So when he tells something when I did bad, of course it will hurt me. But the thing is, he has benefit. But the only thing I wouldn't like is body shaming women, body shaming girls, or body shaming men, or body shaming actors, and telling when they should stop acting. That is not revealing. That is being being inhuman. I think that inhumanity that shouldn't be there. Other than that, you are free to explore, be as sarcastic as possible. So make us laugh. That's fine. I don't mind it. Yeah. Sir. Sorry. Yeah. Hi sir.
தமிழ்ல சார் இப்போ நிறையா பெரிய படம் ஷூட் பண்ணி இப்போ ரிலீஸ் பண்ணிட்டு நிறைய படம் தியேட்டரில் அதிகமாக ரன் ஆகிறது இல்லை. ஸ்டோரிக்கு இம்பார்ட்டன்ஸ் கொடுத்து ரிலீஸ் ஆகிற படம் அதிகமாக 25 days 50 days 100 daysலாம் ஓடுது. அதுக்கு இம்பார்ட்டன்ஸ் வந்துட்டு ஸ்டோரிக்கு இம்பார்ட்டன்ஸ் கொடுக்குறாங்க. அதனாலங்கிறது நார்மல் ஆக்டர் ஆக்ட் பண்ணி நல்லா ஹிட் ஆகுது. இப்போ சில நார்மல் ஸ்டோரியில் நிறைய பிக் ஆக்டர்ஸை போட்டு ஷூட் பண்ணி ரிலீஸ் பண்ணுற படம் ஆக்டர்ஸ் அதிகமாக சேலரி வாங்குறதுனால லாஸும் இருக்குது. அதே சமயத்தில் தேட்டர்லேயே அதிகமாக ரன் ஆகல. ஜஸ்ட்டு போட்ட காசை ஒரு 3 days எடுத்துட்டு ஒரு 15 days ஓடிடியில் கொடுத்தா போதும். அந்த ஒரு மைண்ட் செட்டை பற்றி என்ன சார்? That's what again I need to tell the democratic process of cinema. And நமக்கு see, I may not agree with it. எனக்கு அது okay, I may not agree with it. Yesterday somebody asked me the same thing. What do you think about casting big actors from different states just because it can recover the money from different this thing. Then it became business. Then it became lesser of a art. So is it right or wrong? If you ask me, I may not agree with it. But I am nobody to tell whether you should do it or you shouldn't do it. Because if somebody comes to me and tell Swati Muthira Malayani is not even a film, not even 1,000 people watched it in theatre. So that he is right. But I don't agree with it, that's all. You understand? So I think, every time so there is a beautiful saying, it's always like this. There is no time it's always like this. It will be always like this. Yeah, you wanted to ask something. சார் இப்போ பேன் இண்டியா மூவிஸ்ன்னு ரிலீஸ் ஆகிற படம் கம்மி தான். ஆனால் பேன் இண்டியாவுக்கு இப்போ ஒரு ஸ்டோரியில் வந்துட்டு ஒரு ஸ்டேட்டில் இருந்துட்டு ஒரு ஆக்டர் வச்சுட்டு பேன் இண்டியாவாக ரிலீஸ் பண்ணால் போதுங்கிறதா, இல்லை ஸ்டோரிக்கு இம்பார்ட்டன்ஸுங்கிறதுனால எல்லா ஸ்டேட்டில் வந்துட்டு ஒரு மெயின் actor எடுத்துட்டு ஒரு so it's so hard to write and fit it together. See, with this film, that's what I'm trying to tell. Idoru Shiva Rajkumar, pinna Upendra sir, pinna we all belong to Kannada status. Okay, there are other characters Jafar has done, Motte Rajendra has done. They are from them. But even then, even in other Kannada films also they have done. So this film, the intention was, I don't think anybody can replace Upendra sir, because even from our childhood we have been used to his mannerisms, his different attacks. So whatever you give it to him, it holds good to him. And even with Shiva Rajkumar sir. So you need to have so much nostalgia for somebody of that caliber to take that character. Otherwise it may not be convincing. If I play that role, it may not be convincing at all. So here it was for the character that were performed rather than trying to think that okay, we need to go here, we need to go there. After finishing the project, then the distributors thought, okay, no, this has the potential, let's try it. That's the reason why we are here. All done? So thank you so much for, I told him, ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഒരു ഡീസൻസി ഉണ്ട്, പിന്നെ ആൾക്കാരും അത്ര ഡീസെൻ്റ് ആയിട്ട് അത്ര സ്നേഹത്തിൽ you always talk, and fortunately you did the same thing again. Love you all. Thank you so much. Sir, I hope you are asking something, right? Ara